ഹായ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നുള്ളത് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാന്നുള്ളതാണ്. അപ്പോൾ ഇതിന് 3 വേരിയേഷൻസ് ഉണ്ട്: ഹമാര, ഹമാരി, ഹമാരെ. അപ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ 3 വാക്കുകളും ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന സെന്റൻസസിൽ എപ്പോഴും ഈ ഹമാര, ഹമാരെ അല്ലെങ്കിൽ ഹമാരി കഴിഞ്ഞിട്ട് വരുന്ന വാക്ക് എന്താണോ ആ വാക്ക് ഏത് ലിംഗത്തിൽപ്പെട്ടതാണ്, പുല്ലിംഗാണോ സ്ത്രീലിംഗാണോ എന്നുള്ളതനുസരിച്ചിട്ടാണ് ഇതിൽ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു പേഴ്സണിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് വിചാരിക്കൂ. അതായത് ഒരു വ്യക്തിനെ കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി സ്ത്രീയാണോ പുരുഷനാണോ എന്ന് നോക്കിയിട്ടാണ് ഇതിൽ വ്യത്യാസം വരിക. പക്ഷെ എന്തെങ്കിലും ഒരു സാധനത്തെ കുറിച്ചാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ അത് സ്ത്രീലിംഗത്തിൽ പെട്ടതാണോ അത് പുല്ലിംഗത്തിൽ പെട്ടതാണോ എന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പറയുക. അപ്പോ ഇവിടെ ബച്ച, ബച്ചി, ബച്ചെ എന്നുള്ള എക്സാമ്പിൾ ആണ് എടുത്തിട്ടുള്ളത്. ഹമാര ബച്ച, ഞങ്ങളുടെ മകൻ. ബച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്നാണ്, പക്ഷെ അതോടൊപ്പം തന്നെ മകൻ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോ ഹമാര ബച്ച, ഇവിടെ ഹമാര എന്ന് വരാനായിട്ടുള്ള കാരണം ബച്ച എന്ന് പറയുന്നത് മകൻ അല്ലെങ്കിൽ ആൺകുട്ടി എന്നുള്ളതാണ് ആ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ലൈനിൽ നോക്കുമ്പോൾ ഹമാരി ബച്ചി. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ബച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾ എന്നാണ്, ചെറിയ പെൺകുട്ടീനെയാണ് ബച്ചി എന്ന് പറയുന്നത്. അപ്പൊ ഹമാരി ബച്ചി എന്നാണ് വന്നത്. എന്തുകൊണ്ടാണ്? ബച്ചി എന്ന് പറയുന്നത് പെൺകുട്ടീനെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. പിന്നെ ഹമാരെ ബച്ചെ, ഇവിടെ ഹമാരെ എന്നാണ് പറഞ്ഞേക്കുന്നത്. ബച്ചെ എന്ന് പറയുന്നത് മക്കൾ എന്നാണ്, പ്ലൂറൽ ആണ്, ഒന്നിൽ കൂടുതൽ കുട്ടികളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഹമാരെ ബച്ചെ എന്നാണ് വരുന്നത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ വീട് എന്ന് നിങ്ങൾ എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ്. അപ്പോ വീടിന് എന്താണ് പറയുക? ഘർ എന്നാണ് പറയുക. ഈ ഘർ എന്ന് പറയുന്നത് പുല്ലിംഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങളുടെ വീട് എന്ന് എഴുതുക എന്ന് താഴെ കോമെന്റ്സിൽ എഴുതുക കേട്ടോ.